നാളെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ 1ാം വാർഷികമാണ്. ദുരന്തബാധിതർക്കായുള്ള സർക്കാരിന്റെ മാതൃകാ ടൗൺഷിപ്പിന്റെ പണി അവസാന ഘട്ടത്തിലാണ്. വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു വലിയ ദുരന്തമായി ദുഃഖമായി മാറിയതായിരുന്നു കഴിഞ്ഞ ഒരു വർഷം മുമ്പ്, ഈ നാളെ എന്ന് പറയുന്ന ആ ഒരു ദിനത്തിൽ ഒരു വർഷം മുമ്പ് സംഭവിച്ചത് ഒരു വലിയ ദുരന്തം. എന്നാൽ ഇന്ന് ആ ദുരന്തത്തിന്റെ ആ ഒരു ഓർമ്മയിൽ നിന്നും ആ ദുരന്ത ബാധിതരെ കരകയറ്റാനുള്ള ഒരു തീവ്ര ശ്രമത്തിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി സർക്കാർ. ഇപ്പോൾ ആ ഒരു ശ്രമം അതിന്റെ ഒരു വിജയഘട്ടത്തിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്കായിട്ട് വളരെ സുരക്ഷിതമായ ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ്. എന്താണ് ഇന്ന് ഈ ഒരു നിമിഷം നമുക്ക് വയനാട് നിന്നും നൽകുവാൻ സാധിക്കുന്ന പുതിയ വിവരങ്ങൾ? സിന്ധൂരി, ഏറ്റവും ദുഃഖകരമായ ഒരു വർഷക്കാലമാണ് കടന്നുപോയത്. ആ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് ദുരന്തബാധിതരെ കരകയറ്റാനുള്ള, അവരുടെ ആ ദുഃഖത്തിൽ നിന്നും അവരെ കൈപിടിച്ചുയർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി മുന്നോട്ട് പോവുകയായിരുന്നു സംസ്ഥാന സർക്കാർ. എന്തായാലും ആ ഒരു ശ്രമം വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് എന്ന് വേണം പറയാൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൻ്റെ മാതൃകാ വീടിൻ്റെ അവസാന മിനുക്ക് പണികളിലേക്ക് കടക്കുകയാണ്. നമുക്ക് ആ വിഷ്വൽ കാണാം. അവസാന മിനുക്ക് പണികളിലേക്ക് അത്രയേറെ പരിശ്രമിക്കുകയാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റിയിലെ ജീവനക്കാർ. നാളെ രാവിലെയാകുമ്പോഴേക്കും എല്ലാ ജോലികളും, എല്ലാ മിനുക്ക് പണികളും അവസാനിപ്പിച്ചുകൊണ്ട് ഈ മാതൃകാ വീട് നാടിന് സമർപ്പിക്കും. ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ തന്നെയാണ്. നമുക്ക് വിഷ്വലിൽ കാണാം. നടുക്കൊരു സെൻട്രൽ ഹാൾ, അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ 2 ബെഡ്റൂമുകൾ, ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം, അതുപോലെ തന്നെ അടുക്കള, വർക്ക് ഏരിയ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീടാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ ഒരുക്കുന്നത്. പല പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ടാണ് അവസാന നിമിഷത്തിലേക്ക് ഈ ഒരു വീട് പണി പൂർത്തിയാവുന്നത്. എന്തായാലും ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഒരു ടീം ലീഡർ എന്ന് പറയുന്ന ആൾ, ഇത് 410 വീടാണ് ഇവിടെ ഒരുങ്ങേണ്ടത്. ആ 410 വീടിലെ ഓരോ ഘട്ടങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സോണുകളായി 5 സോണുകളിലായിട്ടാണ് ഈ വീടുകൾ പൂർത്തിയാവേണ്ടത്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഡിസംബർ മാസത്തോടുകൂടി 350-ലേറെ വീടുകളുടെ പണി പൂർത്തിയായി ജനങ്ങൾക്ക്, ദുരന്തബാധിതരായ ആളുകൾക്ക് സമർപ്പിക്കും. ടീം ലീഡർ ഞങ്ങളുടെ കൂടെയുണ്ട്. കുമാരേട്ട, രാവിലെ എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഏകദേശം പണി രാവിലെ എല്ലാ മിനുക്ക് പണികളും കഴിഞ്ഞ് ഒരു പൂർണ്ണമായ മാതൃകാ വീട് നാടിന് സമർപ്പിക്കും അല്ലേ? അതെ, എല്ലാ പണികളും ഇന്ന് രാത്രി കൊണ്ട് തന്നെ തീർക്കും. നാളേക്ക് വെക്കൂല, ഇന്ന് രാത്രി കൊണ്ട് തന്നെ എല്ലാ മിനുക്ക് പണികളും എല്ലാ പണികളും തീർക്കും. എന്ത് തോന്നുന്നു ഇപ്പോൾ? ഈ ദുരിതബാധിതർക്കുള്ള ഈ വീടെന്ന് പറയുമ്പോൾ ഉള്ളവർ എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അവരുടെ ഒരു വിഷമം, അവിടെ ഒരു വിഷമം എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത വിഷമം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് എത്രയും ഞങ്ങൾ പെട്ടെന്ന് ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കും എന്ന് പറയുന്നത്. ആ വിഷമം ഊരാളുങ്കൽ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത്രയും ആത്മാർത്ഥതയോടുകൂടി അവരുടെ സന്തോഷമാണ്. രാവിലെ ഞങ്ങളോട് സംസാരിച്ചാണ് കുമാരേട്ടൻ. അത്രയും അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. അവരെ എത്രയും പെട്ടെന്ന് ഒരു നല്ല വീട്ടിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ജീവനക്കാരുടെ പോലും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവർ എല്ലാം മറന്ന് ഈ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി പ്രതിസന്ധികൾ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ഏപ്രിൽ മാസത്തോടുകൂടി വന്ന മഴ, പകുതിയാകുമ്പോഴേക്കും വന്ന മഴ, മഞ്ഞ്, എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ടാണ് ഈ ഒരു വീടിന്റെ പണി ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. സിന്ധൂരി, അതെ, വ്യക്തമാണ് ജോഷില. നമ്മളും ആ ദൃശ്യങ്ങൾ അത് കാണുകയായിരുന്നു. നാളെ എന്തായാലും എല്ലാ പണികളും പൂർത്തിയാക്കി ഒരു പുതിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഈ വീട് പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ജോഷിലയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.